ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഷ്ണു സഹസ്രനാമത്തിൽ 12 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 13ാമത്തെ ശ്ലോകം രുദ്രോ ബഹുശിരാ ബഭ്രുഃ വിശ്വയോനി ശുചിശ്രവാഃ അമൃതഃ ശാശ്വതസ്ഥാണുഃ വരാരോഹോ മഹാതപാഃ. രുദ്രോ ബഹുശിരാ ബഭ്രുഃ വിശ്വയോനി ശുചിശ്രവാഃ അമൃതഃ ശാശ്വതസ്ഥാണുഃ വരാരോഹോ മഹാതപാഃ. ഈ ശ്ലോകത്തിൽ രുദ്രഃ ബഹുശിരാഃ ബഭ്രുഃ വിശ്വയോനിഃ ശുചിശ്രവാഃ അമൃതഃ ശാശ്വതഃ സ്ഥാണുഃ വരാരോഹഃ മഹാതപാഃ. ഇങ്ങനെ 10 പേരുകളാണുള്ളത്. എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ ശാശ്വത സ്ഥാണു എന്ന് ഒരു പേരായിട്ടാണ് എടുത്തത്. ശാശ്വത സ്ഥാണു. അവിടെ ശാശ്വത സ്ഥാണു എന്ന് സകാരം ഇരട്ടിക്കാത്ത സ്ഥിതിക്ക് ശാശ്വത സ്ഥാണു എന്നൊരു പേരായി എടുക്കുന്നത് തന്നെയാണ് ഉചിതം. മധ്യേ സകാരം ഇരട്ടിക്കാത്തത് കൊണ്ട്. മാത്രമല്ല സ്ഥാണു ശബ്ദം നേരത്തെ വന്നിട്ടുമുണ്ട്. ആ പദങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, ധാരാളം പ്രാവശ്യം ആവർത്തിക്കുന്ന പദങ്ങളുണ്ട്. അതുകൊണ്ട് സ്ഥാണു ആവർത്തിച്ചത് കൊണ്ട് ദോഷമില്ല. എങ്കിലും ശാശ്വത സ്ഥാണു എന്ന് ഒരു പദമായിട്ടാണ് ഭാഷ്യകാരൻ എടുക്കുന്നത്. ഇനി അവിടെ ശാശ്വത സ്ഥാണു എന്നുള്ളിടത്ത് മധ്യേ സകാരം ലോപിച്ചത് എന്ന രീതിയിൽ ശാശ്വത സ്ഥാണുഹു എന്ന് രണ്ടായി എടുത്താലും വിരോധമില്ല. അർത്ഥകൽപ്പനയിൽ നമുക്ക് ഭാഷ്യകാരനെ പിന്തുടരാം. കാരണം സ്ഥാണു ശബ്ദത്തിന് അർത്ഥം നേരത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യം രുദ്രഹ, രുദ്രൻ. അനേക നിലയ്ക്ക് അർത്ഥം പറയാവുന്നതാണ്. അർത്ഥം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം രുദ്രശബ്ദം ശിവപര്യായങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ്. ഏറ്റവും പ്രസിദ്ധമാണ്. ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ശിവസഹസ്രനാമത്തിൽ അനേക വിഷ്ണു പര്യായങ്ങളും വിഷ്ണു സഹസ്രനാമത്തിൽ അനേക ശിവപര്യായങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഇവ പലതല്ല, ഏകമാണ്. ഒരേ ഈശ്വരന്റെ വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് കാണിക്കാനാണ് ശിവവിഷ്ണുവാദി നാമങ്ങൾ കലർന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രുദ്രൻ ശിവൻ, ഇനി രുദ്രശബ്ദത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രഥമമായിട്ട് രോദയതി ഇത് രുദ്ര എന്ന് പറയാം. രോദയതി, കരയിപ്പിക്കുന്നവൻ. സംഹാരത്തിലൂടെ
പ്രളയത്തിലൂടെ സർവരെയും കരയിപ്പിക്കുന്നവനാരോ? അത് പ്രപഞ്ചധർമ്മമാണ്. ജനിച്ചാൽ മരിക്കണം, സൃഷ്ടിക്കപ്പെട്ടാൽ സംഹരിക്കപ്പെടണം. ഈ സംഹാരധർമ്മത്തിലൂടെ സകലരെയും കരയിപ്പിക്കുന്നവൻ രോദയതി ഇതി രുദ്ര, അഥവാ രുരോധ ഇതി രുദ്ര. കരയുന്നവൻ, കരഞ്ഞവനാരോ അവൻ രുദ്രൻ. ഈ പ്രപഞ്ചത്തോട് മൊത്തം ഉള്ള കാരുണ്യത്താൽ ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചത്തോടുള്ള കാരുണ്യം കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണത്, അവൻ കരഞ്ഞവൻ എന്ന അർത്ഥത്തിൽ രുദ്രൻ. ഇത് പുരാണങ്ങളിൽ രുദ്രാക്ഷ പ്രകരണത്തിലൊക്കെ പ്രസിദ്ധമാണ്. ആ രുദ്രന്റെ അക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ കണ്ണുനീരാണ് രുദ്രാക്ഷം എന്നൊക്കെ ദേവീഭാഗവതാദികളിലൊക്കെ പ്രസിദ്ധമാണ്. അഥവാ രുദ്രാവയതീതി രുദ്ര എന്ന് പറയാം. രുത് അജ്ഞാനം, രുത് അജ്ഞാനം, രുത് ദുഃഖം. അപ്പൊ അജ്ഞാനത്തെ, ദുഃഖത്തെ നീക്കുന്നവനാരോ അവൻ രുദ്രൻ. എല്ലാവരുടെയും ദുഃഖത്തെ നീക്കുന്നവൻ അഥവാ അജ്ഞാനത്തെ നീക്കുന്നവൻ. അല്ലെങ്കിൽ രുദം രാതീതി രുദ്ര, രുദം രാതി, സകല ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നവൻ എന്ന് പറയാം. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ രുദ്രശബ്ദത്തിനുണ്ട്. പരമാത്മാ, പരമേശ്വരൻ, ഇനി ശിവൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. രുദ്രഹ ബഹുശിരാഹ, ബഹുവായ അനേകം ശിരസുകളോടുകൂടിയവൻ. ഈശ്വരൻ രൂപരഹിതനാണ്. അശബ്ദമസ്പർശമരൂപമവ്യയം, അതാണ് പരമാർത്ഥം. എന്നാൽ ഈ പ്രപഞ്ചാകാരത്തിൽ മുഴുവൻ നിലകൊള്ളുന്നതും ഈശ്വരൻ തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ ചമൽക്കാരമാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് സമസ്ത ശിരസുകളും അവന്റെ ശിരസുകളാണ്. എല്ലാ വേദങ്ങളിലും, ഋക്കിലും യജുസിലും സാമത്തിലും അഥർവത്തിലും എല്ലാം ആവർത്തിക്കുന്ന ഒരു സൂക്തമാണ് പുരുഷ സൂക്തം. സഹസ്ര ശീർഷാ പുരുഷ, 1000 തലകളോട് കൂടിയവനാണ് ഈശ്വരൻ. ആ പൂർണ്ണ പുരുഷൻ 1000 തലകളോട് കൂടിയതാണ്. 1000 എന്നുള്ളത് അവിടെ അനന്തത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാതെ 999 കഴിഞ്ഞ് ഒന്നും കൂടി കൂട്ടി 1000 എന്നുള്ള അർത്ഥത്തിലല്ല. അനേകം, അനന്തങ്ങളായ എല്ലാ ശിരസുകളും അവന്റെ ശിരസുകളാണ്. ഇപ്പൊ ലോകത്തിൽ എത്ര തലകളുണ്ടോ എല്ലാം ഭഗവാന്റെ തലകളാണ്. ആ കാഴ്ചപ്പാട് നൽകുന്ന ഒരു വിശ്വാദരം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ വിശ്വത്തെ മുഴുവൻ ഈശ്വരന്റെ ചമൽക്കാരമായി കണ്ട് ആദരിക്കാൻ, സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ദർശനമാണത്. ബഹുശിരാഹ, ബഭ്രുഹു, ബഭ്രുഹു ബിഭർത്തി സർവമിതി, എല്ലാത്തിനെയും ധരിക്കുന്നവൻ, ഭരിക്കുന്നവൻ. ഭൃഞ്ഞ് ധാതു ധാരണ, പോഷണാർത്ഥങ്ങളിൽ പ്രസിദ്ധമാണ്. ധരിക്കുക, പോഷിപ്പിക്കുക എന്നീ അർത്ഥങ്ങളിൽ. അപ്പൊ എല്ലാത്തിനെയും ധരിക്കുന്നവനാരോ, എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നവനാരോ അവൻ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ച്, പരിപാലിച്ച്, സംരക്ഷിച്ച്, പോഷിപ്പിക്കുന്നവൻ ബഭ്രുഹു, ഈശ്വരൻ. വിശ്വയോനിഹി, വിശ്വയോനിഹി, യോനി കാരണസ്ഥാനം, വിശ്വത്തിൻ്റെ മുഴുവൻ കാരണസ്ഥാനം, സകല പ്രപഞ്ചത്തിനും കാരണനായവൻ.
ജന്മാദ്യസ്യ യതഃ. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി തുടങ്ങിയവ മുഴുവൻ ഏതൊരടിസ്ഥാന കാരണത്തിൽ നിന്നാണോ അവൻ വിശ്വയോനി. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, എവിടെ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ജനിക്കുന്നത് എന്നൊക്കെ ശ്രുതിയുണ്ട്, ശ്രദ്ധിക്കുക. മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത എന്ന് ഗീത പറയും. പ്രകൃതി എൻ്റെ യോനിയാകുന്നു, അതിൽ ഞാൻ ഗർഭത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത ജീവരാശികളും ഉത്പന്നമാകുന്നു ഹേ അർജുന എന്നർത്ഥം. ഇപ്പൊ സമസ്ത ജീവരാശികളുടെയും സമസ്തത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം എന്ന അർത്ഥത്തിൽ ഈശ്വരന്, ഭഗവാന് വിശ്വയോനി എന്ന് പേര്. ശുചിശ്രവാഹ, ശുചിശ്രവാഹ, ശ്രവസ് പ്രസിദ്ധിയാണ്, ശ്രവസ് കീർത്തിയാണ്. അപ്പോ ശുചിയായ ശുദ്ധമായ കീർത്തിയോടൊത്തവൻ, പ്രപഞ്ചത്തെ മുഴുവൻ പവിത്രമാക്കി തീർക്കുന്ന, ശുദ്ധമാക്കി തീർക്കുന്ന കീർത്തിയോടൊത്തവൻ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്നതാണ് ഭഗവാന്റെ കീർത്തി, യശസ്, ശ്രവസ്. ഇപ്പൊ സമ്പൂർണ്ണ ശ്രവസ്സും ആരുടേതോ അവൻ അതാണ് ശുചിയായ ശ്രവസ്സോടൊത്തവൻ. അഥവാ അങ്ങേയറ്റം ശുദ്ധിയെ പ്രദാനം ചെയ്യുന്ന കീർത്തിദ്യോതകങ്ങളായ നാമങ്ങളോടുകൂടിയവൻ. ആരുടെ നാമങ്ങളാണോ ശുദ്ധീകരിക്കുന്നത്, എല്ലാ പ്രകാരത്തിലും നമ്മളെ പവിത്രമാക്കുന്നത്, അങ്ങനെയുള്ള നാമങ്ങളോട് കൂടിയവൻ. ഈ അർത്ഥമാണ് ഭഗവാൻ ഭാഷ്യകാരൻ സ്വീകരിക്കുന്നത്, ശുചീനി ശ്രവാംസി നാമാനി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങേയറ്റം ശുചിയായ നാമങ്ങളോട് കൂടിയവൻ. രണ്ടർത്ഥവും നമുക്ക് എടുക്കാം. ശുദ്ധമായ കീർത്തിയോടൊത്തവൻ, ശുദ്ധകീർത്തി എന്നുള്ള അർത്ഥം എടുക്കാം, ശുദ്ധനാമം എന്നുള്ള അർത്ഥവും എടുക്കാം. തുടർന്ന് അമൃതഃ, അമൃത ശബ്ദം വേദപ്രസിദ്ധമാണ്. ന ജായതേ മ്രിയതേവ, ജനിക്കുന്നില്ല മരിക്കുന്നില്ല, മരണരഹിതനായവനാണ് അമൃതൻ. ജനിച്ചതിനൊക്കെ മരണം സുനിശ്ചിതമാണ്. ഇപ്പൊ ജനിക്കാത്ത മരിക്കാത്ത അധിഷ്ഠാന സത്യം, അതാണ് നിത്യൻ, ശാശ്വതൻ, അമൃതൻ. ആരാണോ അമൃതത്വത്തെ നൽകുന്നത് അവൻ അമൃതനാണ്. ആരെ അറിയുന്നത് അമൃതത്വത്തിന് കാരണമാണോ അവൻ അമൃതനാണ്. സ്വയം അമൃത സ്വരൂപനുമാണ്. അമൃതഃ ശാശ്വതസ്ഥാണുഹു, ശാശ്വതമായി പരിണാമരഹിതമായി സ്ഥാണുവായി വികാരരഹിതനായി നിലനിൽക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി ചേഷ്ടകളെല്ലാം നടക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള വികാരവുമില്ലാതെ തന്നിൽ താനായി ആനന്ദഭാവത്തിൽ നിലകൊള്ളുന്നവൻ. അഥവാ സ്ഥാണു ആധാരമാണ്, തൂണാണ്. സർവപ്രപഞ്ചത്തിനും ആധാരഭൂതമായി തൂണുപോലെ എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ, താങ്ങി നിർത്തുന്നവൻ. എങ്ങനെ? ശാശ്വതമായി. അപ്പൊ ഒന്നുകിൽ ശാശ്വതനും സ്ഥാണുവും ആരോ അവൻ ശാശ്വത സ്ഥാണു, അല്ലെങ്കിൽ ശാശ്വതമായി സ്ഥാണുവായിരിക്കുന്നവനാരോ. ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ പ്രധാനമായി പറയാം. ഇനി അവിടെ സകാരം ലോപിച്ചതായി എടുത്താൽ
ശാശ്വത എന്നും സ്ഥാണുഹു എന്നും രണ്ട് നാമങ്ങളായിട്ടും പരിഗണിക്കാം. വരാരോഹ, വരമായ ശ്രേഷ്ഠമായ ആരോഹത്തോടു കൂടിയവൻ. ആരിലേക്ക് ആരോഹണം ചെയ്താൽ ശ്രേഷ്ഠമായ മുക്തിപദത്തെ പ്രാപിക്കുമോ അവൻ വരാരോഹൻ. വരമായ ശ്രേഷ്ഠമായ. ആരിലേക്ക് ആരൂഢന്മാരായാൽ, യോഗാരൂഢ ലക്ഷണമൊക്കെ ശാസ്ത്രം വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. യത് ഗത്വാന നിവർത്തന്തേ, യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ. യത് പ്രാപ്യന നിവർത്തന്തേ, യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ വീണ്ടും ജനിക്കുന്നില്ലയോ. അങ്ങനെയുള്ള പരമമായ മോക്ഷപദം, വരം ആരിലേക്ക് ആരോഹണം ചെയ്താലാണോ, ആരെ പ്രാപിച്ചാലാണോ വരാരോഹ. വരങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആരോഹണങ്ങളോട് കൂടിയവൻ. ധർമ്മ സംരക്ഷണാർത്ഥം വരങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആരോഹണങ്ങളോട് കൂടിയവൻ വരാരോഹ. ഇങ്ങനെ അനേക തരത്തിൽ നമുക്ക് അർത്ഥം കാണാം. മഹാതപാഹ, മഹത്തായ തപസ്സോടൊത്തവൻ. മഹത്തായ തപസ്സോടൊത്തവൻ. സ തപോ അതപ്യത. ശ്രുതി ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാമെന്ന സങ്കല്പത്തോടു കൂടിയ ഈശ്വരൻ. പ്രജാകാമോഹ വൈ പ്രജാപതി സ തപോ തപ്യത. അവൻ സൃഷ്ടി വിഷയകമായ സങ്കല്പത്തെ ചെയ്തു. എന്നിട്ട് മഹാതപസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയെന്ന്. അവിടെ തപസ്സിന് സൃഷ്ടി വിഷയകം അന്വാലോചനം എന്നൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ നൽകുന്നുണ്ട് ഉപനിഷത്തിൽ. സൃഷ്ടിയെ സംബന്ധിക്കുന്ന അന്വാലോചനം, അതായത് പൂർവകൽപ്പത്തിൽ എങ്ങനെ സൃഷ്ടി ഉണ്ടായോ അതിനെക്കുറിച്ചുള്ള പുനരാലോചനമാണ് തപസ്സെന്ന്. അങ്ങനെ മഹത്തായ സർവജഗത് സൃഷ്ടികരമായ തപസ്സോടൊത്തവനാരോ അവൻ മഹാതപാഹ. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും മഹത്തായ തപസ്സോടു കൂടിയിരിക്കുന്നവനാരോ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സദാ ജാഗ്രതയായിരിക്കുന്നവനാരോ, സങ്കല്പരൂപമായ തപസ്സോടൊത്തവൻ മഹാതപാഹ. ഇത് സകാരാന്തമാണെന്ന് മനസ്സിലാക്കുക. അത് അകാരാന്തം ബഹുവചനമല്ല, സകാരാന്തമാണ്. ഇങ്ങനെ പല ശബ്ദങ്ങളും നമ്മൾ ഇതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കൂ, രുദ്രോ ബഹുശിരാ ബഭ്രുഹു വിശ്വയോനി ശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണുഹു വരാരോഹോ മഹാതപാഹ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓം.